ഇത് സാമ്പത്തിക സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണം. അപ്പോൾ ഈ ബാങ്കുകളും സ്റ്റോക്ക് മാർക്കറ്റുകളും ഇൻഷുറൻസ് കമ്പനികളുമൊക്കെ ഇവയൊക്കെയില്ലേ, ഇവയാണ് ശരിക്കും ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല്. പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം ഇവരാണ്. ഒന്നാമതായി ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പണം മിച്ചം വെക്കുമല്ലോ, ആ പണം നിക്ഷേപം ആവശ്യമുള്ള ബിസിനസ്സുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇതിനെയാണ് സമ്പാദ്യ സമാഹരണം എന്നു പറയുന്നത്. ശരിക്കും ഈയൊരു പ്രോസസ്സാണ് രാജ്യത്ത് പുതിയ സംരംഭങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ വെറുതെ പണം കൈമാറുക മാത്രമല്ല ചെയ്യുന്നത്. നമുക്ക് വായ്പകൾ നൽകുന്നു, അല്ലേ? പിന്നെ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് ഇൻഷുറൻസിലൂടെ സംരക്ഷണം നൽകുന്നു. എന്നാൽ ഇതിനൊക്കെയൊരു കൺട്രോൾ വേണ്ടേ? അവിടെയാണ് റിസർവ് ബാങ്ക്, സെബി പോലുള്ള ഏജൻസികൾ വരുന്നത്. ഇവർ ഒരുതരം റെഫറിമാരെ പോലെയാണ്. അവസാനമായി, എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഇതിനെയാണ് സാമ്പത്തിക ഉൾക്കൊള്ളൽ അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നു നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് പോലും സാമ്പത്തിക സേവനങ്ങൾ കിട്ടണം, അതാണ് ലക്ഷ്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, സാമ്പത്തിക സ്ഥാപനങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന വെറും ഇടനിലക്കാർ മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുടെയും അടിത്തറ കൂടിയാണിവർ.